നമ്മളിനി കാസർഗോഡേക്കാണ് പോകുന്നത്. അവിടെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധത്തിനിടെ സംഘർഷം ഉണ്ടാവുകയാണ്. ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത്. കാസർഗോഡ് ദേശീയപാതയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊളിഞ്ഞ് ഇളകിപ്പോകുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കൂടി ഉണ്ടാവുകയാണ്. കാസർഗോഡ് കുമ്പളയിലാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. ടോളിനെതിരെയാണ് പ്രതിഷേധം. അവിടെ നമുക്ക് വാഹനങ്ങളുടെയൊക്കെ മുകളിൽ ആളുകൾ കയറി നിൽക്കുന്നത് കാണാനും കഴിയുന്നുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സാരംഗ്, വലിയ പ്രതിഷേധമാണല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിലാണോ, ജനകീയ പ്രതിഷേധമാണോ? അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ബഹുജന പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ തന്നെയാണ് കുമ്പളയിലെ ടോൾ പ്ലാസയ്ക്കെതിരെ ഇത്രത്തോളം വലിയൊരു സമരം ഉയർന്നു വരുന്നത്. മാസങ്ങളായി കുമ്പള സ്വദേശികൾ, കുമ്പള നിവാസികൾ പൂർണ്ണമായും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിനിരന്നിരുന്നു. ആദ്യം നിയമ നടപടികളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നെങ്കിലും പിന്നീട് അത് NHI പൂർണ്ണമായും അതിനെയൊക്കെ തന്നെ നിരാകരിക്കുന്ന രീതിയിലേക്ക് വന്നു. നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ചാലിങ്കാർ എന്ന സ്ഥലത്ത് ടോൾ പ്ലാസ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് NHI ഇപ്പോൾ കുമ്പള ആരിക്കാടി പ്രദേശത്ത് ഇത്തരത്തിലൊരു ടോൾ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുമ്പള, ഉപ്പള, കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് മെഡിക്കൽ ആവശ്യങ്ങൾക്കെല്ലാം അവർ ആശ്രയിക്കുന്നത് മംഗളൂരുവിനെയാണ്. അപ്പോൾ രണ്ട് ടോൾ കടന്നു പോകേണ്ട ഒരു ഗതികേടിലേക്ക് പോകും എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ദുരവസ്ഥയാണ് ജനങ്ങൾ മുന്നോട്ടേക്ക് ഉന്നയിക്കുന്നത്. അവരെ ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടാകുന്നു. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുണ്ടാക്കിയ കുമ്പള ടോൾ പ്ലാസ വിരുദ്ധ സമരസമിതിയാണ് ഇത്തരത്തിൽ വലിയ ഒരു സമരം അവിടെ സംഘടിപ്പിക്കുന്നത്. MLA അടക്കം സമരത്തിന്റെ നേതൃത്വത്തിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഇനി സമര നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞാലും പുതുതായി ഓരോരുത്തരും ചുമതല ഏറ്റെടുത്ത് സമരത്തെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ള ഒരു തീരുമാനം സമരസമിതി എടുത്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാറും സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത ഉപരോധിക്കുകയാണ് ജനങ്ങൾ. കാസർഗോഡ് കുമ്പളയിലാണ് വലിയ പ്രതിഷേധം, ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ടോൾ പിരിവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. വലിയ പോലീസ് സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. എന്തായാലും ബാനറുകളൊക്കെ ഉയർത്തി അവർ പ്രതിഷേധിക്കുകയാണ്. ടോൾ നൽകാൻ തയ്യാറല്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. കാസർഗോഡ് നമുക്കറിയാവുന്നതാണ്, ജനകീയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മംഗളൂരുവിനെ ആശ്രയിക്കുന്നവരാണ് ജില്ലയിലെ ഭൂരിപക്ഷം ജനങ്ങളും. അപ്പോൾ ഇപ്പം തന്നെ തലപ്പാടിയിലടക്കം ടോളുണ്ട്. ഇനിയും ടോൾ നൽകി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ വലിയ പ്രയാസമായി മുന്നോട്ട് വയ്ക്കുന്നത്. 20 കിലോമീറ്ററിനുള്ളിൽ വീണ്ടും ഒരു ടോൾ പ്ലാസ എന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ടോൾ ഗേറ്റ് അവിടെ സ്ഥാപിക്കാൻ കഴിയില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുമ്പളയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്.
പോലീസ് സഹായമായിട്ട് സംരക്ഷണമടക്കം കമ്പനി ഈ നിർമ്മാണ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് വലിയ പോലീസ് സന്നാഹം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേശീയപാത 66 കുമ്പള ആരിക്കാടിയിലാണ് ടോൾ പ്ലാസ നിർമ്മാണം പ്രാരംഭിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നത്. 2 ആഴ്ച മുമ്പും ഇവിടെ വലിയ സംഘർഷമുണ്ടായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ ടോൾ ഗേറ്റ് നിർമ്മാണം ആരംഭിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷേ അങ്ങനെ ഇത്രയും ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ വീണ്ടും ടോൾ ഗേറ്റുകൾ നിർമ്മിക്കുന്നതിനെതിരെ വലിയ ജനകീയ രോഷമാണ് അവിടെ ഉണ്ടാകുന്നത്.